ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ദോശയാണ് ഗൈസ് എന്ന് ഞങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഒരു ചട്നി പോലൊക്കെയാണ്, പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പല പല ഫുഡ് വെറൈറ്റീസ് ഒക്കെ കഴിച്ചൊക്കെ തുടങ്ങിയത്. അപ്പോൾ നല്ല രുചിയുള്ള ഒരു വിഭവമാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടുകടലയാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 4-5 ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകുമായിട്ട് നമുക്ക് ജാറിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു പൊട്ടുകടല ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതായിട്ട് മാത്രമാണെങ്കിലും അരച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് കിടന്ന് ഇങ്ങനെ പൊട്ടി, തീ ഉറച്ച് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ലതുപോലെ അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടെടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുവേ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ചട്നിയിലോട്ട് ഈ ഒരു താളിച്ച ഐറ്റംസ് എല്ലാമായിട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളുടെ ദോശയ്ക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ദോശ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. പിന്നെ എന്ത് ഐറ്റംസ് ആണെങ്കിലും കടുകൊക്കെ വറുത്തതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾ പ്ലേറ്റ് വെച്ച് അടച്ചോളൂ. അപ്പം നല്ല മണം അതേ കണക്ക് തന്നെ അതിൽ നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇന്നലെ നമുക്ക് ഇഡലിയായിരുന്നു, സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല വട്ടത്തിൽ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നെയ്യൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ദോശ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ദോശയ്ക്ക് കേട്ടോ. ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. സോ ഇനി നമുക്ക് മുരിഞ്ഞ നല്ല ദോശയും ചമ്മന്തിയായിട്ട് കഴിക്കാൻ പോവാം. അപ്പോൾ ഇതേ നോക്കി, നല്ല ചൂട് ദോശയും അതിലേക്ക് ഈ ഒരു ചട്നിയും കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ചട്നീസ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് കാണാം. സോ എല്ലാവർക്കും ബൈ ബൈ.